അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പിർസത്തോ സഹോദര സഹോദരിമാരെ, സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് ആയോജനാക്കിയ പോലത്തെ ಏಕದಿನ ಸಲಫಿ ಸಮ್ಮೇಳನ, അതേപോലെ ದಾರುಲ್ ಉಲೂಮ್ ಅರಬಿಕ್ ಕಾಲೇಜರೋ ಸನದುದಾನ ಕಾರ್ಯಕ್ರಮത്തിലೈತಿ ഞങ്ങൾ ಸೇರಿತೊಳ್ಳೆ. ಇವರು ಶುಭ ಸಂದರ್ಭದಲ್ಲಿ നിങ്ങളെതിരിൽ SKSM മഹത്വപൂർണമായ ഒരു യോജನೆ ലാന്തി ഖുർആൻ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിக்கிறങ്ങയും പഠിപ്പാട്ടങ്ങയും നിങ്ങൾ ഏറ്റവും നല്ലങ്ങ ചന്ത്. അപ്പം ആ ഒരു ಧ್ಯೇಯ വെച്ചിട്ട്, ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഈ സമുദായത്തിക്ക് 15 വർഷത്തെ ഉൽഗ ഖുർആനും ഖുർആൻ്റെ അർത്ഥവും ഖുർആൻ്റെ ശബ്ദാർത്ഥവും ഖുർആൻ്റെ തഫ്സീറും പഠിപ്പാട്ടിൽ കൊടുക്കണോ ചെല്ലതാ ഏകൈക ഉദ്ദേശം കൊണ്ടെത്തു ലാന്ത ഖുർആൻ എന്ന ഈ യോജന SKSM നിങ്ങളെതിരിൽ വെച്ചിര്. ഇതിലെ മുന്നൊരു റിയാദിൽ അർഷദും അതേപോലെ അബു അർഷദും അവിടെ സക്രിയമായിട്ട് ഈ യോജനരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടിന്നാറ്. അതേ ഒരു യോജന ഞങ്ങൾ മാംഗ്ലൂരിൽ വന്നിട്ട് ഇവിടെയും അതിരെ സക്രിയമായിട്ട് കൊമ്പറണോ ചാലടാക്കണോ ചെല്ലതായ ഉദ്ദേശം വെച്ചിട്ട് തുടങ്ങിയ ലാന്തി ഖുർആൻ യോജനരെ SKSM കൈകി എടുത്തര്. SKSM അധീന സംസ്ഥയായിട്ടുള്ള SCB, SGM, SKSM യൂത്ത്, KSF, MGM റിയാദ് ಕನ್ನಡ ವಿಭಾಗ ಹಿಂಗೆಲ್ಲಾರು ಜಂಟಿಯಾಯ್ತು ಈ ಯೋಜನೆ ಕೈಗೆಡ್ತಾರೆ. ഇത് 12 ಹಂತ തീർന്നിട്ട് 13ാമത്തെ ഹന്തത്തിക്ക് വന്നിട്ട് എത്തിയിട്ടുണ്ടോ. എല്ലാവരും പ്രതി ഒരാളും ഖുർആൻ്റെ പ്രതി ഈ സമ്മേളന തീർന്നിട്ട് പോകുമ്പോഴത്തേക്ക് പ്രതി ഒരാളും മറക്കാണ്ട് കന്നഡത്തിൽ വേണ്ടെങ്കിൽ കന്നഡ, ഇംഗ്ലീഷിൽ വേണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്രതി എടുത്തോണ്ട് പോകണോ. ഇത് മഹത്വപൂർണമായ ഒരു യോജന. എല്ലാ 6 തിങ്കൾക്കൊർക്ക ലാന്തി ഖുർആൻ്റെ പരീക്ഷ നടക്കരുത്. ഇപ്പോൾ ഓൾറെഡി 12 ഹന്തത്തെ പരീക്ഷ നടന്ന് തീർത്ത് 12 വർഷത്തിൽ നിന്ന് മേൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥിമാർക്കും ഹിരിയായങ്കും ഏജ് ലിമിറ്റ് ഇല്ലാണ്ട് ഈ എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ആക്കുന്നതായ അവകാശമുണ്ട്. ഈ എക്സാം കന്നഡത്തിലും നടക്കരുത്, ഇംഗ്ലീഷിലും നടക്കരുത്. അള്ളാഹു ആദരണീയമായ ഖുർആൻ്റെ അർത്ഥം പിന്നെ വ്യാഖ്യാന സഹിത പഠിക്കുന്നതായ ഈ യോജനയിൽ എല്ലാവരും മറക്കാണ്ട് ഈ ദുനിയാവുകു ഹുദല്ലിന്നാസ് ഹിദായത്തിന് കിതാബായിട്ട് വന്ന ഈ ഖുർആൻ ഇതിനെ പഠിക്കൂ, ഇതിനെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കേൾക്കപ്പെട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിഞ്ഞയിലൊട്ട് കേൾക്കപ്പെട്ടപ്പ ആയിഷ റളിയല്ലാഹു അൻഹ ഇട്ടുകു എങ്ങനായിട്ട് നബിയുടെ സ്വഭാവ ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവ ഖുർആൻ ആയിട്ട് ആ സ്വഭാവത്തോ വൈന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ നിങ്ങളെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമായിട്ടിരിക്കുന്നുണ്ട് ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്തോ. ആ സ്വഭാവത്തെ സ്വീകരിക്കേണ്ട ഞങ്ങളെ ബാധ്യത്തെ അധികം ഖുർആൻ പഠിക്കൊണ്ടങ്ങ. ഖുർആൻ പഠിച്ചിട്ട് അതിനെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കണോ. ഞങ്ങൾ കണ്ണെടുത്ത് ട്രാൻസ്ലേഷൻ ആക്കിയിട്ട് ബിടുഗടയാക്കറ. ഓരോരോ ഹന്തത്തിലും ഓരോരോ ജുസു കൊടുത്തോണ്ടുള്ള കേരളത്തിൽ സുപ്രസിദ്ധമായ അമാനി മൗലവരെ തഫ്സീർ എത്തിക്കര് കന്നഡത്തേക്ക് ട്രാൻസ്ലേറ്റ് ആക്കി നിങ്ങളെ കയ്യിൽ തന്നുകൊണ്ടുള്ളേ. ഇംഗ്ലീഷിലെ ലോകപ്രസിദ്ധനായ ഇബ്ൻ കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ ആയിട്ട് നിങ്ങളെ കയ്യിൽ തന്നുകൊണ്ടുള്ളേ. ഈ യോജന ഇംഗ്ലീഷിലും അതേപോലെ കന്നഡത്തിലും ഉള്ളത് നിങ്ങളെ വേണ്ടതായ ഭാഷയിൽ നിങ്ങൾക്ക് അർത്ഥാവരുടെ ഭാഷയിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒരു സെൻറ്ററിൽ തുടങ്ങിയതായ ഈ എക്സാം ഇപ്പം 14 സെൻറ്ററിൽ എക്സാം നടന്നുകൊണ്ടുണ്ട്. മുന്നോല് 20 അല്ല 25 അല്ല അതിനേക്കാളും യാറ സെൻറ്ററിൽ എക്സാം നടക്കണോ. ഇങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്യാരണ്ടി തണ്ടനെങ്കിൽ ഖുർആൻ പഠിച്ചിട്ട് ഖുർആൻ പോലെ ജീവിച്ചെങ്കിൽ ഖുർആന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കിയെങ്കിൽ അവനുകു യാസർ കുടുംബത്തിൽ അല്ലാഹു നബി ചെന്ന പോലെ ഇന്ന മൗഇദുകുമുൽ ജന്ന
നിങ്ങൾക്കുള്ളത് ഖുർആൻ ചെല്ലതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലതായ ആ ഒരു ആശയത്തെ സ്വീകരിച്ചിട്ട് ജീവിതത്തിൽ എത്ര വലിയ പീഡനയും എത്ര വലിയ ഹിംസയും എന്ത് കഷ്ടബന്ധങ്ങളും എന്ത് മുഷ്കിൽ ബന്ധങ്ങളും ആ സന്ദർഭത്തിൽ ഖുർആൻ പോലെ ജീവിച്ചെങ്കിൽ ഇന്ന മൗഇദകുമുൽ ജന്ന നിങ്ങൾക്കുള്ളത് സ്വർഗ്ഗത്തെ ഗ്യാരണ്ടി എത്തിക്കറ്. ഞങ്ങൾ സർക്കാരത്തിൽ നിന്ന് ಬೇರೆ ಬೇರೆ ಗ್ಯಾರಂಟಿ ಕೇಕ್ರ ಓರೋರು ಸರ್ಕಾರ ಬರುಂಬತ್ತಿಗೆ ಹಂಗಾಗಿ ಓಟ್ ಕಿಟ್ಟೋಗ ಬೇನೈತಿ ಇದಾ ಗ್ಯಾರಂಟಿಯ ಯೋಜನೆ ഞങ്ങൾ എതിർല് ബൈക്രാറ് ഞങ്ങൾക്ക് അല്ലാഹുരെ ഗ്യാരണ്ടി എന്തിനാ നോക്കാം. വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് സനുദ്ഖിലുഹുമുൽ ജന്ന സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വഅദല്ലാഹി ഹഖ. ആര് ഈമാൻ കൊണ്ടാറ്, ആര് അമൽ സാലിഹത്ത് ആക്കിയാറ്, അങ്ങ നാളെ പരലോകത്തില് സ്വർഗത്തില് പ്രവേശിച്ചിട്ട് അടിഭാഗത്തില് നദിങ്ങ ഒൽകുറതായ അത്യനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് അതിൽ കാലാകാല ജീവിക്കാറ്. ഈ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചെങ്കില് അല്ലാഹുരെ വാഗ്ദാന വഅദല്ലാഹി ഹഖ, അല്ലാഹുരെ ഗ്യാരണ്ടി ഹഖൈതിക്കറ്, അല്ലാഹുരെ ഗ്യാരണ്ടി ഹഖൈതിക്കറ്. ദുനിയാവുരെ ഗ്യാരണ്ടി പോലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനൊരു ഗ്യാരണ്ടി ചെൽഡ ദാലികുമുല്ലാഹു റബ്ബുകും ഫഅബ്ദൂഹു വലാ തദക്കറൂൻ ഇലൈഹി മർജിഉകും ജമീഅൻ വഅദല്ലാഹി ഹഖ. അതൈതിക്കറ് കിതാബ്, അതൈതിക്കറ് റബ്ബു ദാലികുമുല്ലാഹു റബ്ബുകും, അതൈതിക്കറ് നിങ്ങളെ റബ്ബ് ഫഅബ്ദൂഹു അവനെ ആരാധിക്കറൂ. അവലാ തദക്കറൂ നിങ്ങൾ ആലോചനാക്കില്ലേ നിങ്ങളെ മടക്ക ഇലൈഹി മർജിഉകും ജമീഅ നിങ്ങൾ എല്ലാവരും പ്രതി ഒരാളും അല്ലാഹുവിന്റെ കടക മരളിത്തു പോകുണ്ടോ. വഅദല്ലാഹി ഹഖ ആ ഗ്യാരണ്ടി അല്ലാഹുവിന്റെ രണ്ടാമത്തെ ഗ്യാരണ്ടി എത്തിക്കറ്. മൂന്നാമത്തെ ഗ്യാരണ്ടി വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലൻ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ആക്കറ മഗ്ഫിറത്തുണ്ടോ, അല്ലാഹുവിന്റെ ഔദാര്യം ഉണ്ടോ ചെന്നിട്ട് അല്ലാഹു വാസിഉൻ അലീം ആയിത്തിക്കറ. അല്ലാഹുവിന്റെ ഈ മൂന്ന് ഗ്യാരണ്ടി അല്ല ഞങ്ങൾക്ക് ഖുർആൻ പഠിച്ചെങ്കിൽ എത്രമാ അല്ലാഹുവിന്റെ ഗ്യാരണ്ടി ഞങ്ങൾക്ക് കാണേ. അത് കൈത്ത് ഖുർആൻ പഠിക്കറോ, ഖുർആന്റെ ആശയത്തെ സ്വീകരിക്കറോ, ഖുർആന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കറോ. ഖുർആൻ പഠിച്ചെങ്കിൽ അല്ലാഹുവിന്റെ ഗ്യാരണ്ടിക്ക് ഞങ്ങ നാളെ പരലോകത്തിൽ അർഹനാവുക എന്നത് ഞങ്ങൾ മനസ്സിലാക്കണില്ലെങ്കിൽ ആ ഖുർആൻ ഞങ്ങൾ കൈവിട്ടേണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടോ പോണ്ടത് നരകത്തെ തീയത്തിക്കറ്. ശൈത്താന്റെ വാഗ്ദാന നരകത്തെ തീയത്തിക്കറ്, നരകത്തെ തീയത്തിക്കറ്. ശൈത്താന്റെ ഗ്യാരണ്ടി, ശൈത്താന്റെ ഗ്യാരണ്ടിക്ക് അധീനപ്പെടാണ്ട് അള്ളാഹു ചെന്നതായ ആശയത്തിന് അധീനപ്പെട്ടുകൊണ്ടു മഹാനായ റസൂലിന്റെ സ്വഹാബാക്കന്മാർ നോക്കറോ. സയ്യിദ് ഖിറാഅത്തിലെ ലീഡർ ചെന്നങ്ങ് ആറ് കൊത്തുണ്ട. ഞങ്ങൾ എത്ര പഠിച്ചെങ്കിലും ഇൽമു പഠിക്കുകയൊന്നുമുണ്ടോ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖിറാഅത്തിലെ നേതാവ് സയ്യിദായി തിക്രയല്ലേ. അങ്ങനെ സയ്യിദായ ഇറങ്ങ ഖുർആന്റെ പഠിച്ചാറ്, ഖുർആന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കിയാറ്, അങ്ങനെ ഹിഫ്സാക്കിയാറ്. ഞങ്ങളെ ഫാമിലി എത്ര ആൾ ഖിറാഅത്ത് പഠിച്ചങ്ങുള്ളാറ്, എത്ര ആളുമാർക്ക് സൂറത്തുൽ ഫാത്തിഹ തപ്പാണ്ട് ഓതുക പണ്ട് മോമിനീങ്ങളെ. ഈ ദുനിയാവുടെ ജീവിത ക്ഷണികമായ ജീവിത നാളെ മരണപ്പെട്ടു പോകുണ്ടോ. എത്ര ആക്സിഡന്റ് ഞങ്ങൾ കണ്ടോണ്ടുള്ള, എത്ര ഞങ്ങൾ നോക്കിയോണ്ടുള്ള വേറെ വേറെ ജാഗല് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടോന്നുള്ളാറ്. ഔത്തിൽ നിന്ന് പോയ പുറത്തു പോയാല് റിട്ടേൺ പറയുന്ന ആവില്ല. ഔത്തുക പണ്ട മയ്യത്തായിട്ട് മോമിനീങ്ങളെ. ഞങ്ങളെ ജീവിത ഒരിക്കലും ദുനിയാവുടെ ശാശ്വതല്ല. അതായത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണ എന്നത് ഹക്കായിത്തിക്കറ്. മരണ ചെല്ലത് എല്ലാവരും അനുഭവിക്കണമായിത്തിക്കറ് മോമിനീങ്ങളെ. അത് കൈത്ത് ഖുർആൻ പഠിക്കറോ. ഈ ഒരു മഹത്വപൂർണമായ യോജനയില് കൈ ജോഡിസറോ. ഇത് ആരും ഞങ്ങൾ വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് വിളിക്കുന്നതല്ല, ഒരു വിഭാഗത്തിന് വിളിക്കുന്നതല്ല. ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് ഖുർആനുക്ക് പറു, സുന്നത്തുക്ക് പറു. അധപതനത്തുക്ക് പോണ്ട, ശിർക്കുക്ക് പോണ്ട, മന്ത്ര ഓതുക വേണ്ട. അതേതും മന്ത്ര കെട്ടിത്ത് അല്ലെങ്കിൽ നൂല് കെട്ടിത്ത് ശിർക്കും വിധേയത്വം ആക്കണ്ട. ഈ ദുനിയാവിനെ നിയന്ത്രിക്കണോ. സിഎമ്മയുടെ ഉറു ചെന്നിട്ട് ദുനിയാവില് ആലന്മാർക്ക് ചെന്നോട്ടുള്ളാറ്. ആ സന്ദർഭത്തില് സലഫി പ്രസ്ഥാനത്തേക്ക് ചെല്ലുകൊള്ള തൗഹീദ് പറു. ദുനിയാവിനെ കൺട്രോൾ ആക്കണോ. ഏകനായ ഞങ്ങളെ സൃഷ്ടിച്ചിട്ട് പരിപാലനാക്കണോ. ഏകനായ റബ്ബൈത്തിക്കറ്. ആ റബ്ബുരെ കടക് പറു, ആ റബ്ബുരെ കടക് ബന്ത് ഈ ദീനിലെ സക്രിയമായത് ജീവിക്കറു. നാളെ പരലോകത്തില് ഞങ്ങൾക്ക് വിജയം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീന്റെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അതുപോലെ ജീവിക്കും തൗഫീഖ് തന്ന
അനുഗ്രഹിക്കട്ടെ. ഖുർആന്റെ ഈ യോജനയില് കൈ ജോഡിച്ചിട്ട് അതുപോലെ ആ ഖുർആന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കും അല്ലാഹു ഞങ്ങൾക്ക് ആവതാക്കി തരട്ടെ. ഇത്ര ചെന്നിട്ട് എൻ്റെ ചെറിയ ഭാഷണത്തെ നിപ്പാട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.